ഞാൻ ആദ്യം നിങ്ങളെല്ലാവരും ആ വിഷയത്തിൽ പ്രതികരണം തേടാൻ വേണ്ടിയാണെങ്കിലും ഇവിടെ വന്നതിനകത്ത് സന്തോഷമുണ്ട്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഇവിടുന്ന് പോകുമ്പോഴുമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, ഈ സമരത്തിൻ്റെ അടിസ്ഥാനം ആധാരമായിട്ടുള്ള കാര്യങ്ങൾ, അതും കൂടെ ഒന്ന് വാർത്തയിൽ ഒരു ഇടം കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുക. കാരണം ഇപ്പം മിനിഞ്ഞാന്നും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയെ കണ്ടിരുന്നു. നമ്മൾ അന്ന് പാലം പൊളിഞ്ഞതിൻ്റെ അവിടെ നിന്ന് കണ്ട സമയത്തും ഷക്കീറിൻ്റെ സ്ഥാനം പിന്നെ അവിടുന്ന് പാലം പൊളിഞ്ഞു വീഴുന്ന സമയത്തും അന്ന് കണ്ടപ്പോഴും പറഞ്ഞിരുന്നു MP എന്നുള്ള നിലയിൽ തുടർന്നും ഇടപെടുന്നു. മിനിഞ്ഞാന്നും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയെ കണ്ടു. മന്ത്രിയെ കണ്ടിട്ടതിന് മുമ്പുണ്ടായ കാഴ്ചയിൽ കൊടുത്ത നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് ഇവിടെ നടപ്പിലാവുന്നില്ല എന്ന് മന്ത്രിയോട് പറഞ്ഞപ്പോൾ മന്ത്രി ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ അവിടെ എല്ലാം ക്ലിയർ ആണെന്നാണ് മന്ത്രിയോട് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഐ ആം കമ്മിങ് ഫ്രം ദ ഗ്രൗണ്ട്, താഴെ തട്ടിലുള്ള പ്രയാസങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് പറയും, യു ഹാവ് ടു ട്രസ്റ്റ് അസ്. ഈ പറഞ്ഞ വേഗതയിൽ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നില്ല, ഒന്നും വേണ്ട, സർവീസ് റോഡുകളുടെ കുഴിയടക്കാനുള്ള ഒരു ആത്മാർത്ഥമായ പരിശ്രമം പോലും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇത് ശരിയല്ല, ഉദ്യോഗസ്ഥരോട് കർശന നിർദ്ദേശം കൊടുക്കുകയും ഓണമാണ് വരാൻ പോകുന്നത്, ഈ സർവീസ് റോഡിൻ്റെ നിലവാരം മെച്ചപ്പെടുത്തുന്ന നടപടിയെങ്കിലും വേഗത്തിലാക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് ചെയ്യുമോയെന്ന് അറിയാൻ അടുത്ത ദിവസം NHAIയുടെ കോഴിക്കോട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോകുന്നുണ്ട്. അതിനോടും ഈ പറയുന്ന പുറംതിരിഞ്ഞ് നിൽക്കുന്ന സമീപനമാണെങ്കിൽ MP എന്നുള്ള നിലയിൽ നേരിട്ട് ഇനി സമരത്തിന് നേതൃത്വം നൽകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് തവണ പാർലമെന്റിനകത്തും പുറത്തുമായിട്ട് ഇടപെട്ടു, നിരവധി തവണ മന്ത്രിയെ കണ്ടു, നിരവധി തവണ കത്ത് കൊടുത്തു, നിരവധി തവണ ഉദ്യോഗസ്ഥരുമായിട്ട് മീറ്റിംഗ് നടത്തി, 2 തവണ MPs കോൺഫറൻസിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചു, മറ്റു മന്ത്രിമാരുമായിട്ട് പറഞ്ഞു. പക്ഷേ ഒരു വലിയ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു താൽക്കാലിക ദുരിതമല്ല, വടകരക്കാർക്ക് നിത്യ ദുരിതമാണ് ഈ ദേശീയപാത നിർമ്മാണം സമ്മാനിക്കുന്നത്. ഈ അവസ്ഥക്ക് മാറ്റം വരുത്താൻ സാധ്യമായ എല്ലാ ഇടപെടലും നടത്തുന്നുണ്ട്. അതുകൊണ്ട് തീരുമാനമാവുന്നില്ലെങ്കിൽ ഇനി പ്രതിഷേധത്തിന് നേരിട്ട് ഇറങ്ങുകയാണ് എന്നുള്ളത് നിങ്ങളിലൂടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ദുരവസ്ഥ ഇത് ഇങ്ങനെ തന്നെ തുടരുകയാണെന്നുള്ള വിവരം ഏതായാലും വന്ന സ്ഥിതിക്ക് അതും കൂടെ ഒരു വാർത്തയായിട്ട് കൊണ്ടുപോകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചോദിച്ച ചോദ്യങ്ങളിൽ 2 കാര്യം. രാഹുലിൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒളിച്ചോടി, മുങ്ങി എന്നൊക്കെ ചില ടൈറ്റിലുകളും ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ചില കാർഡുകളൊക്കെ കാണാനിടയായി. പ്രത്യേകിച്ച് ചില വാർത്തകൾ പറഞ്ഞത് ബീഹാറിലേക്ക് മുങ്ങി എന്നുള്ളതാണ്. ബീഹാറിൽ നടക്കുന്നൊരു എക്സസൈസിൻ്റെ ഗൗരവം എന്താണെന്ന് ഒട്ടും അറിയാത്ത ആളുകളല്ല കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ. അവിടെ ഒരു MP എന്നുള്ള നിലയിലും പാർട്ടിയുടെ ഒരു ചെറിയ പ്രവർത്തനം എന്നുള്ള നിലയിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന നിലയിലും ആ സമരത്തിൻ്റെ ആ യാത്രയുടെ ഭാഗമാവുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ്. 21-ാം തീയതി പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞാൽ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഡൽഹിയിൽ നിന്ന് ബീഹാറിലേക്ക് പോകാൻ എളുപ്പമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതിന് പോയിട്ട് ഞാൻ തിരിച്ചിന്ന് പുലർച്ചെയാണ് എത്തിയത്. വന്ന് ഞാൻ നിങ്ങളെ കാണുന്നു. ഇപ്പം ബീഹാറിലേക്ക് പോയി എന്ന് പറയാം, ബീഹാറിലേക്ക് മുങ്ങി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളൊരു ആത്മപരിശോധന നടത്താൻ നിങ്ങളും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബീഹാറിലേക്ക് എനിക്ക് പോകേണ്ട ഉത്തരവാദിത്വം ഇല്ല, ഞാൻ പോകണ്ടേ? ബീഹാറിലൊരു യാത്ര നടക്കുമ്പോൾ ഞാൻ അവിടെ പാർലമെന്റ് മെമ്പർ ആയിരിക്കും. ഇനിയിപ്പോൾ 26-ാം തീയതി ഒരു ലോട്ട് MP-മാർ 26-ന് പോകുന്നുണ്ട്, കുറേ ആളുകൾ സമാപനത്തിന് പോകുന്നുണ്ട്. അപ്പം എനിക്ക് പോകാൻ കഴിയാവുന്നൊരു ദിവസം അതാണ്. എനിക്ക് ഇന്നിവിടെ പരിപാടിയുണ്ട്, എനിക്ക് നാളെ ഉണ്ട്, 25-ന് NHA ഓഫീസിൽ പോകണം, 26-ന് പിന്നെ മിഷൻ്റെ പരിപാടിയുണ്ട്, 27-ന് KK രമ MLA നടത്തുന്ന പരിപാടിയുണ്ട്, 28-ാം തീയതി ഞാനൊന്ന് പിന്നെ വിദേശത്ത് പോകുന്നതിനെ സംബന്ധിച്ചൊരു തീരുമാനമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ യാത്ര തീരുന്നതിനും എനിക്ക് പോകാൻ ഏറ്റവും കൺവീനിയൻ്റ് ഉള്ളൊരു ഡേറ്റിൽ അവിടെ പോകുമ്പോൾ അത് പിന്നെ അന്ന് മാധ്യമങ്ങളെ കാണാതെ പോയി എന്നാണ് അടുത്തൊരു കാര്യം. മാധ്യമങ്ങൾ ഇങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാർ വരി നിന്ന് കാണണം എന്നുള്ള നിർബന്ധ ബുദ്ധി എവിടെയെങ്കിലും ഉണ്ടോ? KPCC പ്രസിഡന്റ് പ്രതികരിച്ചില്ലേ അന്ന് ആ വിഷയത്തിൽ? എൻ്റെ പ്രസിഡന്റ്, ഞാൻ വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്ന കമ്മിറ്റിയുടെ പ്രസിഡന്റ് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു, പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു, രാഹുൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ പത്രക്കാരെ കണ്ടു. എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും വരി നിന്ന് പത്രസമ്മേളനം നടത്തണം, കാര്യങ്ങൾ പറയുന്ന നിർബന്ധ ബുദ്ധിയോടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇനി മാധ്യമങ്ങളോട് എന്നെ ബന്ധപ്പെട്ട എൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടവരോട് ഞാനിപ്പോൾ KPC പ്രസിഡന്റും നേതാക്കന്മാരും മറ്റുള്ളവരുമാണ് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നത്, ഇന്ന് കാണുന്നില്ല എന്നുള്ള അറിയിപ്പ് എൻ്റെ ഓഫീസ് അവർ ബന്ധപ്പെട്ടപ്പോൾ അവർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഈ മുങ്ങി ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയാണ് ഒളിച്ചോടേണ്ടത്? ആരെ പേടിച്ചിട്ടാണ് ഒളിച്ചോടേണ്ടത്? മാധ്യമങ്ങളെ പേടിച്ചിട്ടോ? അതല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും പ്രതിഷേധങ്ങൾ പേടിച്ചിട്ടോ? ഇപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രതിഷേധം വന്നു, ആരും ഒളിക്കുന്നു ഓടുന്നൊന്നും കണ്ടില്ലല്ലോ. അങ്ങനെ പ്രതിഷേധിച്ചിട്ടുമുണ്ട്, പ്രതിഷേധങ്ങളെ കണ്ടിട്ടുമുണ്ട്, മാധ്യമങ്ങളെയും കണ്ടിട്ടുണ്ട്, ചോദ്യങ്ങൾ ഉത്തരം അങ്ങനെ. അപ്പോൾ ബീഹാറിൽ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ പോകുന്നതിൻ്റെ കാര്യത്തിലൊക്കെ ഒളിച്ചോടി, മുങ്ങി എന്നൊക്കെ വാർത്തകൾ കൊടുക്കുന്ന, ടൈറ്റിൽ കൊടുക്കുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി എന്നുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.